ഞാൻ എന്തിനിവിടെ? ഇവിടെ ആയിരിക്കാൻ എനിക്കെന്ത് അർഹത? എന്നതിനെല്ലാം വിഷാദം പുതിയ അർത്ഥങ്ങൾ തന്നു തുടങ്ങുന്നിടത്ത് ഞാനെന്ന അവബോധത്തെ അപ്പാടെ അത് മാറ്റിമറിക്കുന്നു. അവിടെയാണ് വിഷാദം അപകടകരമാകുന്നത്. അല്ലാതെ ഞാൻ സങ്കടത്തിലാകുന്നു എന്നതിനാലല്ല. എൻ്റെ അവസ്ഥയ്ക്ക് ഞാൻ തീർത്തും അർഹനാണെന്ന് നിർത്താതെ അത് എൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ എനിക്കത് പൂർണ്ണ വിശ്വാസവുമാകുന്നു. ഒരവസാനമില്ലാതെ എൻ്റെ സങ്കടത്തിനനുസരിച്ച് എൻ്റെ ജീവിതം വീണ്ടും വീണ്ടും ക്രമീകരിച്ചു കൊണ്ടിരിക്കേണ്ടി വരുമ്പോൾ ജീവിച്ചിരിക്കുക എന്നത് തന്നെ അസഹനീയവും അർത്ഥശൂന്യവുമായി മാറുന്നു. ഒരു ശ്രമവും എവിടെയും എത്തുന്നില്ലെന്നും എന്തു ചെയ്താലും ഒരു ഉപകാരവുമില്ല എന്നും ഒരു ഉറച്ച വിശ്വാസം ഉള്ളിൽ വളരുമ്പോൾ പിന്നെ വിഷാദത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഒടുവിൽ ഞാനായി തന്നെ ഉപേക്ഷിക്കുന്നു. മിണ്ടാൻ പോയിട്ട് നിൽക്കാൻ സമയമില്ലാത്ത മനുഷ്യരുടെ സ്ഥായി ഭാവം ഒഴിവാക്കലാണ് എന്ന് തോന്നുന്നിടത്ത് സഹായം ചോദിക്കുന്നതും അവസാനിക്കുന്നു. അങ്ങനെ ഞാൻ തിരിച്ചറിയുന്നതിന് മുൻപേ തന്നെ ഞാൻ ഒരു വിഷാദരോഗി മാത്രമല്ല, ആകെ തകർന്ന ഒരാൾ എന്നൊരു വ്യക്തിത്വവും കൂടെ രൂപപ്പെടുന്നു. അവിടെ സുഖപ്പെടാനുള്ള ഏതൊരു ശ്രമവും ഞാൻ തന്നെ സൃഷ്ടിച്ച ആ വ്യക്തിത്വത്തോടുള്ള ഒരു വഞ്ചനയായി മാറും. അങ്ങനെ വിഷാദത്തിൽ നിന്ന് പുറത്തു കടക്കുക എന്നത് അത്രയും പ്രയാസകരമായ ഒന്നായി മാറുന്നു. വിഷാദം എൻ്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും മാത്രമല്ല, ഞാൻ എന്നെ കാണുന്ന രീതിയെ തന്നെ ആകപ്പാടെ മാറ്റിമറിക്കുന്നു. അതുകൊണ്ട് സുഖപ്പെടുക എന്നത് വെറും സന്തോഷം കണ്ടെത്തുക മാത്രമാകാതെ വേദനയ്ക്ക് അപ്പുറമുള്ള എന്നെ തന്നെ വീണ്ടും കണ്ടെത്തുക കൂടിയാകുന്നു.